ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരിയ നിന്റെ ഈ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വന്നിട്ട് നിന്നെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ ശിഷ്യന്മാരോട് അന്ത്യകാലത്തെക്കുറിച്ചും മനുഷ്യപുത്രൻ്റെ ആഗമനത്തെക്കുറിച്ചും എല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതോടൊപ്പം സൂചിപ്പിക്കുന്നുണ്ട് ജെറുസലേം നഗരത്തിൻ്റെ പതനത്തെക്കുറിച്ചും. കല്ലുമേ കല്ല് ശേഷിക്കാതെ ദേവാലയം നശിപ്പിക്കപ്പെടും, ആ പട്ടണം തകർക്കപ്പെടും. വീണ്ടും ഈശോ മനുഷ്യപുത്രൻ്റെ ഒത്തിരി പ്രതിഭാസങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് മനുഷ്യപുത്രൻ്റെ ആഗമനത്തെക്കുറിച്ച് പറയുകയാണ്. ആ അവസരത്തിൽ ഈശോ പറയുന്ന ഒരു വചനമാണ് ഇന്ന് നിന്റെ ധ്യാനത്തിനായിട്ട് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുക. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 21 അധ്യായം 28 തിരുവചനം. ഇവ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശിരസ് ഉയർത്തി നിൽക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു. ചുറ്റുപാടും ദുരിതങ്ങളാണ്, ക്ലേശങ്ങളാണ്, കോട്ടയുടെ പതനമാണ്. ഇതെല്ലാം സംഭവിക്കുമ്പോൾ ഈശോ പറയും, നിങ്ങൾ ശിരസ് ഉയർത്തി നിൽക്കുവിൻ, നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു. എന്താ വിമോചനം? മനുഷ്യപുത്രന് ഇതാ എഴുന്നള്ളുന്നു. ഈശോയുടെ രണ്ടാമത്തെ ആഗമനം ഒരു വിധിക്ക് വേണ്ടിയുള്ളതാ. ഈ വിധി നിന്നെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനുള്ള വിധിയാണ്. എവിടെയാ തളർന്നു പോവുക? ക്രിസ്തുവിന് അനുസൃതമായിട്ടല്ല നിന്റെ ജീവിതം നീ കെട്ടിപ്പടുക്കണമെങ്കിൽ നീ ഈ വിധിയെ പേടിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ നീ ക്രിസ്തുവിനോട് ഒട്ടിച്ചേർന്നാണ് നിന്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ നീ സന്തോഷിക്കേണ്ട സമയമാണ്. നിന്റെ വിമോചനം ഈശോ പറഞ്ഞതുപോലെ സമീപിച്ചിരിക്കുന്നു. ഈ ലോകത്തിലെ ക്ലേശങ്ങളും കഷ്ടതയെല്ലാം കടന്ന് ക്രിസ്തുവിനോടൊപ്പം സ്വർഗത്തിലേക്ക് പോകേണ്ട സമയം ഇതാ ആസന്നമായിരിക്കുന്നു. സന്തോഷിക്കേണ്ട നിമിഷം. ഇന്ന് നീ ഒന്ന് ചിന്തിക്കണം, ക്രിസ്തു ഇപ്രകാരം എഴുന്നള്ളി വരുമ്പോൾ നീ സന്തോഷിക്കുമോ, നീ ദുഃഖിക്കുമോ? രണ്ടും തീരുമാനിക്കേണ്ടത്, രണ്ടും നടക്കുന്നത് നിന്റെ തീരുമാനത്തെ അനുസരിച്ചാ. ഇന്ന് നീ എടുക്കുന്ന തീരുമാനം ഈശോടൊപ്പം സന്തോഷിക്കുവാനായിട്ടുള്ള തീരുമാനമാണോ, ഈശോടൊപ്പം ദുഃഖിക്കുവാനായിട്ടുള്ള തീരുമാനമാണ്? ഈശോടൊപ്പം സന്തോഷിക്കുവാനുള്ള തീരുമാനമാണെങ്കിൽ ഈശോയ്ക്കനുസരിച്ച് നീ നിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുക. നീയാ തീരുമാനിക്കട്ടെ. നീയാ അതിനുള്ള എല്ലാ മേഖലകളെയും നിന്റെ ജീവിതത്തിൽ തുറന്നിട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ രണ്ടാമത്തെ ആഗമനത്തിൽ നിന്നോടുകൂടെ സന്തോഷത്തോടുകൂടി സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാൻ തക്ക രീതിയിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് ഈ വ്യക്തിയെ നീ സഹായിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേ